സർവശക്തനായ മനുഷ്യൻ. ഇതാ ഒരു വചനം. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുയേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഞാൻ സകലത്തിനും മതിയാകുന്നവൻ എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം കഴിയുമെന്നല്ലേ? മനുഷ്യൻ സർവശക്തനാണെന്നല്ലേ ഈ വാക്യം നമുക്ക് തരുന്ന ആശയം? പക്ഷേ ഇത് ദുർവ്യാഖ്യാനം ചെയ്താൽ അപകടമാണ്. മനുഷ്യൻ അല്പായുസുള്ളവനാണ്. മനുഷ്യൻ ബലഹീനനാണ്. മനുഷ്യൻ ഭീരുവാണ്. മനുഷ്യൻ്റെ നട്ടിൽ കുനിഞ്ഞു പോകും. മനുഷ്യൻ്റെ മസിലുകൾ തളർന്നു പോകും. മനുഷ്യൻ്റെ മനഃശക്തി എപ്പോഴും ഒരുപോലെ നിൽക്കുകയില്ല. എന്നാൽ ക്ഷീണിക്കാത്ത, തളരാത്ത, അപ്രമേയമായ ശക്തിയുള്ള ദൈവവുമായിട്ട് ഈ മനുഷ്യനെ, ഈ ബലഹീന മനുഷ്യനെ കണക്ട് ചെയ്യുമ്പോൾ അവൻ സർവശക്തനായി മാറുന്നു. എന്തൊരു പ്രതിഭാസം, എന്തൊരത്ഭുതം! ഞാനും നിങ്ങളും ശക്തരായിത്തീരും കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ. ഞാനും എൻ്റെ കർത്താവുമുണ്ടെങ്കിൽ ഭൂരിപക്ഷമാണ്. ലോകത്തിലൊരു ശക്തിക്കും പിന്നെ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. നമുക്കിന്ന് രാവിലെ ഉറയ്ക്കാം, എനിക്ക് കഴിയും. ഇന്നലെ വരെ കഴിയില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾ, അതിനെ നോക്കിയിട്ട് ഇന്ന് പറയാം, എനിക്ക് കഴിയും. എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. അതുകൊണ്ട് എനിക്ക് കഴിയും. ഞാൻ സകലത്തിനും മതിയാകുന്നു. ഇന്ന് 2024 ജനുവരി മാസത്തിൻ്റെ ഈ ആദ്യ ആഴ്ചയിൽ നമുക്കും പറയാം, എനിക്ക് കഴിയും. ഇന്നലെ വരെ എനിക്ക് കഴിയാതിരുന്നത് ഇന്ന് ഞാൻ കഴിയുമെന്ന് പറയുന്നു. എൻ്റെ കർത്താവ് എന്നെ ശക്തനാക്കുന്നതിനാൽ ഞാൻ സകലത്തിനും മതിയാകുന്നു. എനിക്ക് സകലവും കഴിയും. നിന്നാൽ വല്ലതും കഴിയുമോ എന്ന് ഒരു മനുഷ്യൻ കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ കർത്താവിൻ്റെ മറുപടി, നിന്നാൽ വല്ലതും കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അവൻ്റെ ചോദ്യം യേശുക്രിസ്തുവിന് കഴിവുണ്ടോ എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ മറുപടി, എനിക്ക് മാത്രമല്ല കഴിവ്, എന്നിൽ വിശ്വസിക്കുന്നവനും കഴിവുണ്ട്. അവനിലൂടെ ഞാൻ ചെയ്യുന്ന കാര്യം ചെയ്യിപ്പിക്കുമാറാക്കുന്ന ഒരു പ്രോജക്റ്റ് എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല കഴിയുന്നത്, നിങ്ങൾക്കും കഴിയും. വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയും. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. നമുക്ക് ഏറ്റു പറയാം, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.